നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ ഉപ്പൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. പ്രഫുൽ ഹിഞ്ചെ അരങ്ങേറ്റക്കാരൻ ആദ്യ ഓവറിൽ 3 വിക്കറ്റുകൾ പിഴുതെടുത്തു. IPLൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഓവറിൽ 3 വിക്കറ്റുകൾ പിഴുതെടുക്കുന്നത്. വൈഭവ് സൂര്യവംശി ഗോൾഡൻ ഡക്കാവുന്നു. പിന്നെ മിന്നും ഫോമിലുള്ള ധ്രുവ് ജുറലിനെ ബൗൾഡാക്കുന്നു എന്ന് പറഞ്ഞാൽ പ്ലേ ഡൗൺ ആയതാണ്. അതിനുശേഷം പ്രിട്ടോറിയസ് 2 പന്തുകൾ നേരിട്ട് ഡക്കായിട്ട് മടങ്ങുന്നു. 3 ഡക്കുകൾ ആദ്യ ഓവറിൽ തന്നെ. എന്നാൽ കഴിഞ്ഞോ? അടുത്ത ഓവർ എറിയാൻ മറ്റൊരു അരങ്ങേറ്റക്കാരൻ സാക്കിബ് ഹുസൈൻ, അവൻ്റെ പന്തിൽ യശസ്വി ജയ്സ്വാളും പുറത്താകുന്നു. എന്താ സ്ഥിതി? 4 വിക്കറ്റുകൾ, 2 റൺസാണ് അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോർ കാർഡിലുണ്ടായിരുന്നത്. ഏതായാലും ഒരുവിധം അവർ പിന്നീട് മുന്നോട്ടേക്ക് പോയി. റിയാൻ പരാഗ് മടങ്ങുമ്പോൾ 9 റൺസാണ് ഉണ്ടായിരുന്നത്. 9 റൺസിന് 5 വിക്കറ്റ്. പിന്നെ ജഡുവും ഡൊണാവൻ ഫെറീറയും ചേർന്ന് ഒരു രക്ഷപ്പെടുത്തലുണ്ടാക്കി. പക്ഷെ വിജയത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അത് ടോപ്പ് ഓർഡർ തകർന്നപ്പോഴേ അവരുടെ പ്രതീക്ഷയൊക്കെ നശിച്ചു പോയിരുന്നു. നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാക്കാൻ പറ്റിയില്ല. 19 ഓവറിൽ 159 റൺസിന് രാജസ്ഥാൻ റോയൽസ് ഓൾ ഔട്ടായി. SRH ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 216 റൺസ് അടിച്ചിരുന്നു. അങ്ങനെ 57 റൺസിന് ഇതാ രാജസ്ഥാൻ റോയൽസിനെ തകർത്തിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് രാജസ്ഥാന് 3-ാം സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ ബലത്തിലാണ് രാജസ്ഥാൻ്റെ ഈ കുതിപ്പെന്ന്. അത് തകർന്നു കഴിഞ്ഞാൽ രാജസ്ഥാനെ പിടിച്ചു നിൽക്കാൻ പാടുപെടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുതന്നെ സംഭവിച്ചു. ടോപ്പ് ഓർഡർ തകർന്നു. അതും അപ്രതീക്ഷിതമായ തകരൽ, വലിയ പൊട്ടിത്തകരൽ. അതിൻ്റെ ഫലമായിട്ടിതാ സീസണിലെ ആദ്യ തോൽവി അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്തായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഹീറോസ് തീർച്ചയായിട്ടും ഇഷാൻ കിഷൻ്റെ 91 റൺസ്, കൂടാതെ ഈ 2 ഡെബ്യൂട്ടൻസ് പ്രഫുൽ ഹിഞ്ചെ 4 ഓവറിൽ 34 റൺസ് 4 വിക്കറ്റ്, അതുപോലെ തന്നെ സാക്കിബ് ഹുസൈൻ 4 ഓവറിൽ 24 റൺസ് 4 വിക്കറ്റ്. ഈ 2 പേര് ചേർന്നുകൊണ്ട് 58 റൺസിന് 8 വിക്കറ്റ് വീഴ്ത്തിയിടത്താണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിനായിട്ട് നല്ലൊരു തുടക്കമിടാൻ ഓപ്പണർമാർക്ക് കഴിഞ്ഞിരുന്നില്ല. അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായിരുന്നു. ജോഫ്രെ ആർച്ചറുടെ പന്തിൽ, ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം ഡക്കായിട്ട് മടങ്ങി. പിന്നെ 2-ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ 55 റൺസ് പിറന്നു. പക്ഷേ ട്രാവിസ് ഹെഡിൻ്റെ വക വലിയ സംഭാവന ഒന്നും ഉണ്ടായിരുന്നില്ല. 18 പന്തിൽ നിന്ന് 18 റൺസ്. എന്നാൽ ഇഷാൻ കിഷൻ മിന്നും ഫോമിലായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് റൺസ് കയറിയത്. ഹെൻറിക് ക്ലാസിനും അദ്ദേഹത്തോടൊപ്പം കൂട്ടുനിന്നു. ഇഷാൻ കിഷൻ 44 പന്തിൽ നിന്ന് 8 4-ഉം 6 6-ഉം അടക്കം 206.82 സ്ട്രൈക്ക് റേറ്റിൽ 91 റൺസ് അടിച്ചു. ഹെൻറിക് ക്ലാസിനാവട്ടെ 26 പന്തിൽ നിന്ന് 1 4-ഉം 3 6-ഉം അടക്കം 40 റൺസ്. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ക്യാമിയോ, അദ്ദേഹം 13 പന്തിൽ നിന്ന് 4 സിക്സറുകളുടെ സഹായത്തോടെ 28 റൺസ് അടിച്ചപ്പോൾ സലിൽ അറോറ 13 പന്തിൽ നിന്ന് 2 4-ഉം 2 6-ഉം അടക്കം 24 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഏതായാലും മികച്ച ഒരു സ്കോർ 216 റൺസ് SRH അടിച്ചപ്പോൾ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു RRന്. അവർക്കായിരുന്നു ചുമതല. പക്ഷേ നടന്നില്ലെന്ന് മാത്രമല്ല, പിന്നാലെ വന്നവരെയും ഒക്കെ അങ്ങ് പറഞ്ഞു വിട്ടുകൊണ്ട് ഡ്രീം ഡെബ്യൂ പ്രഫുൽ ഹിഞ്ചെ നടത്തി. സൂര്യവംശി അദ്ദേഹം നേരിട്ട് ആദ്യ പന്ത് തന്നെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു. കുത്തന ഉയർന്നു. സലിൽ അറോറ പിടിച്ച് പുറത്തായി. ഗോൾഡൻ ഡക്ക്. പിന്നെ പ്രഫുൽ ഹിഞ്ചയുടെ പന്തിൽ ധ്രുവ് ജുറൽ പ്ലേ ഡൗൺ ആവുന്നു. ഡക്ക്. പ്രിട്ടോറിയസ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ കയ്യിലെത്തുന്നു. 2 പന്തിൽ നിന്ന് ഡക്ക്. അങ്ങനെ ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റുകൾ വീഴുന്നു. പിന്നാലെ യശസ്വി ജയ്സ്വാളിനെ സാക്കിബ് ഹുസൈൻ പറഞ്ഞു വിടുന്നു. 5 പന്തിൽ 100 റൺസായിരുന്നു അദ്ദേഹത്തിന് സംഭാവന. കഴിഞ്ഞില്ല. റിയാൻ പരാഗിനെ പ്രഫുൽ ഹിഞ്ചെ പറഞ്ഞു വിടുന്നു. 6 പന്തിൽ നിന്ന് 4 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. പിന്നെ രവീന്ദ്ര ജഡേജയും ഡൊണാവൻ ഫെറീറയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതിൽ ഫെറീറ കുറച്ച് അഗ്രസീവായിട്ട് തന്നെ കളിച്ചു. 44 പന്തിൽ നിന്ന് 69 റൺസ്. സാക്കിബ് ഹുസൈൻ തൻ്റെ മടങ്ങി വരവിൽ ഫെറീറയെ ബൗൾഡാക്കി വിട്ടു. 7 4-ഉം 3 6-ഉമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. രവീന്ദ്ര ജഡേജ 32 പന്തിൽ നിന്ന് 5 4 സഹായത്തോടെ 45 റൺസാണ് അടിച്ചത്. ഇസ്ഹാൻ മലിംഗയാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. ജോഫ്രെ ആർച്ചർ 2. സാക്കിബ് ഹുസൈൻ്റെ 3-ാമത്തെ വിക്കറ്റായിരുന്നു ജോഫ്രെ ആർച്ചർ. തുഷാർ ദേശ്പാണ്ഡെ 2-3 സിക്സറുകളൊക്കെ അടിച്ചു കേട്ടോ, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. 11 പന്തിൽ നിന്ന് 25 റൺസ്. ഇസ്ഹാൻ മലിംഗ പറഞ്ഞു വിട്ടു. രവി ബിഷ്ണോയിയെ
ഡക്കായി മടക്കി വിട്ടു സാക്കിബ് ഹുസൈൻ. അങ്ങനെ സാക്കിബ് ഹുസൈന് 4 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. എന്തായാലും തകർപ്പൻ വിജയത്തിലേക്ക് SRH ഇതാ പോയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടു കൂടി SRH 5 കളിയിൽ നിന്ന് 4 പോയിൻ്റ് ആയിട്ടുണ്ട്. അവരിപ്പോൾ 4ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.